മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് സ്നേഹപൂർവ്വം വന്നുകൊണ്ടിരിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ മക്കളെയും പ്രാർത്ഥനയോടെ സ്വാഗതമരുളുകയാണ്. യേശു കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നന്മയുടെ പൂങ്കാവനമാണ് പരിശുദ്ധ കന്യാമറിയം. നന്മയുടെ നിറകുടമായ പരിശുദ്ധ അമ്മ നമ്മുടെ ഏറ്റവും ചെറിയ ആഗ്രഹം പോലും അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ അത് നിറവേറ്റി തരും. ഇപ്പോൾ ഓരോ ഭവനങ്ങളിലേക്കും പരിശുദ്ധ അമ്മ നമ്മെ കാണുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ കൃപകൾ കൊണ്ട് നിറയ്ക്കുവാൻ അമ്മ കടന്നു വരികയാണ്. ചില കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടല്ലോ. ചില കുടുംബങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം അനുഭവിക്കുന്നുണ്ടല്ലോ. ഇതാ മാതാവ് വചനം തരുന്നു. ഇതാ നമുക്ക് ഇന്നത്തെ വചനം ശ്രദ്ധയോടെ കേൾക്കാം. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിന്, സ്വഭാവത്തിന് തീഷ്ണത, തിടുക്കം, ഊർജ്ജസ്വലത വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ അമ്മ ഇളയമ്മയുടെ വീട്ടിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ്. അനിശ്ചിതമായ വിശ്വാസവും അഗാധമായ എളിമയും തീക്ഷ്ണമായ സ്നേഹവുമാണ് ഈ തിടുക്കത്തിൻ്റെ പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്നത്. നമുക്കിത് സാധിക്കും. ഓർക്കണേ, സമ്പത്തിൻ്റെ നഷ്ടത്തേക്കാൾ വലുതാണ് സമയത്തിൻ്റെ നഷ്ടം. അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് തീക്ഷ്ണത വേണം. പ്രാർത്ഥിക്കാനായിട്ട് തിടുക്കം കൂട്ടണം. വിദ്യാർത്ഥികൾ പഠിക്കാനായിട്ട് തിടുക്കം കൂട്ടണം. ജോലി ചെയ്യുന്നവർ ജോലിയിൽ തിടുക്കത്തോടെ ജോലി ചെയ്ത് തീർക്കാൻ ശ്രമിക്കണം. നന്മ ചെയ്യുന്നവർ നന്മ ചെയ്യാനായിട്ടുള്ളൊരു തിടുക്കം നമുക്കുണ്ടാകണം. കാരുണ്യം പ്രദർശിപ്പിക്കുന്നവർ കാരുണ്യം നൽകുവാനായിട്ടുള്ള ഒരു മനസ്സ് വേണം. സ്നേഹം പകരുന്നുവാൻ അതിന് നമ്മൾ തിടുക്കം കൂട്ടണം. ഈ തിടുക്കം കൂട്ടുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുന്നത്. പ്രവാചകന്മാർ അതല്ലേ ചെയ്തത്? വിശുദ്ധന്മാർ അതല്ലേ ചെയ്തത്? ഓരോ പ്രഭാതവും നമുക്ക് നൽകുന്ന പ്രത്യാശ, പ്രശാന്തത, പ്രസന്നത, ഊർജ്ജസ്വലത, അതൊക്കെ സമയം നന്നായി പ്രയോജനപ്പെടുത്താനായിട്ട് ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും തീഷ്ണത, തിടുക്കം ആവശ്യമാണെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ തിടുക്കം കൂട്ടണം. തീഷ്ണതയാർന്ന ജീവിതത്തിലൂടെ അനേകം മക്കൾക്ക് അനുഗ്രഹമായി തീരുവാൻ തിടുക്കം കൂട്ടി അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ മാതാവ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.